നമസ്കാരം. നമ്മളുടെ ഉച്ചമൈരൻ അവൻ ഇറങ്ങിയിട്ടുണ്ട് ഇറാനെതിരായിട്ട്. ഇറാൻ്റെ പരാജയം, ഇറാൻ്റെ പതനം ആഘോഷിക്കാനുള്ള വ്യഗ്രതയിലാണവൻ. അവൻ്റെ ഒരു ക്ലിപ്പ് ഇറങ്ങിയിട്ടുണ്ട് അവൻ്റെ പ്രസംഗത്തിൻ്റെ, ഇറാനെതിരായിട്ട്, ഇസ്രായേലിനും അമേരിക്കയ്ക്കും അനുകൂലമായിട്ട്. മനസ്സിലാക്കണം, ഈ ഇസ്രായേലും അമേരിക്കയും കൂടിയിട്ടാണ് ഗാസയിൽ നടന്ന കാര്യങ്ങളൊക്കെ അറിയാലോ. അന്നൊന്നും ഈ രണ്ട് മൈരന്മാർക്കും, മൈരന്മാരെ മുടിക്കച്ചവടക്കാർക്ക് ആണ് മൈരന്മാരെന്ന് പറയുന്നത്, തെറിയല്ല കേട്ടോ. അന്ന് വലിയ മൈരനും ചെറിയ മൈരനും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴും അതുപോലെ തന്നെയാണ്. തുടക്കത്തിൽ ഇറാൻ ഇവിടെയുള്ള ഇവൻ്റെ ആൾക്കാരുണ്ടല്ലോ, മറ്റേ നമ്മുടെ എന്തായാലും പറയാം, മറ്റേ മറുകട നരപ്പാളി മാത്തപ്പനെ പോലുള്ള ആൾക്കാർ കർമ്മ ന്യൂസൊക്കെയും പറയണ കേട്ടിട്ട് ഒരു വിചാരിച്ചു ഇപ്പോൾ തകർന്ന് ധരിപ്പണമെന്ന് വിചാരിച്ചു എന്നതാണല്ലോ പറഞ്ഞിരുന്നത്. യുദ്ധം തുടങ്ങി പിറ്റേ ദിവസം പറഞ്ഞു തുടങ്ങി, ഇറാൻ അവിടെ പൊട്ടി, ഇറാൻ്റെ ഇവിടെ പൊട്ടി, ഇറാൻ്റെ സാമാനം പൊട്ടി, ഇറാൻ്റെ കാക്കൂട്ടിൽ പൊട്ടി എന്നൊക്കെ പറഞ്ഞ് ഇറാൻ ഇങ്ങനെ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുക എന്നവൻ കരുതിയത്. അപ്പം ഒന്നും മിണ്ടിയില്ല. പക്ഷെ അപ്പോൾ കാര്യം തിരിഞ്ഞു വരാൻ തുടങ്ങിയപ്പോഴാണ് കുരു പൊട്ടുന്നത്. അപ്പോൾ അവൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം കേട്ടോ. ആ സമയത്ത് അവൻ്റെ ഉള്ളിലുള്ള കുരു പൊട്ടി ഒഴുകി കുഷ്ഠമായിട്ട് അവൻ്റെ തൊള്ളേക്കൂടെ വന്ന വാക്കുകൾ നിങ്ങളൊന്ന് കേൾക്കണം. രാജ്യങ്ങൾ കടന്ന് ആക്രമിക്കുക, മറ്റു രാജ്യങ്ങളെ ദ്രോഹിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ലാത്തതാണ്. മുസ്ലിം രാജ്യങ്ങളെ തന്നെ ആക്രമിക്കുന്നു എന്ന് പറയുന്നത് അവരുടെ മതപരമായ കാഴ്ചപ്പാടിൽ കൂടി വലിയ ഒരു തെറ്റാണ്. ഒരിക്കലും ഇറാനിന്റെ നിലപാടിനോട് മുസ്ലിം ലോകത്തിന് കൂട്ടുനിൽക്കാൻ സാധിക്കുകയില്ല. ലോകത്തിന് മുഴുവനും അന്നം നൽകുന്ന രാജ്യങ്ങളാണ് ഗൾഫ് രാജ്യങ്ങൾ. യൂറോപ്യനും അമേരിക്കക്കാരനും ജപ്പാൻകാരനും ചൈനക്കാരനും അവന്റെ അന്നത്തിന്റെ വക കണ്ടെത്തുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ്. എന്തിനാണ് യാതൊരു പ്രകോപനത്തിനും ഇല്ലാത്ത ആളുകളെ ചൊറിയാൻ പോകുന്നത്? തികച്ചും അത് പ്രകോപനപരമാണ്. ഒരിക്കലും അതിനോട് കൂട്ടുനിൽക്കാൻ കഴിയുകയില്ല. ഞാനിത് കണ്ടപ്പോൾ ആദ്യം വിചാരിച്ചു ഇത് എന്താ കൊടുങ്ങല്ലൂർ ഭരണിപ്പാട്ടാണോ എന്ന്. കാരണം അമ്മാതിരി തെറിയാണ് സോമിൻ്റെ വായിൽ കൂടെ വരുന്നത്. സോമിനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം ഇതുവരെ അക്കി മസരി എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി അമേരിക്കക്കെതിരെ കമ എന്ന ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ല. പക്ഷേ ഇങ്ങനെയല്ലേന്ന് സ്വാമി പ്രതികരിക്കേണ്ടത്. ഇത് കുറച്ച് കടന്ന് കയ്യിപ്പോയി. കുറച്ച് മാന്യമായിട്ടുള്ള രീതിയിൽ പ്രതികരിക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾ 100% നിങ്ങളൊപ്പം നിന്നിരുന്നു. പക്ഷെ നിങ്ങൾ പ്രതികരിച്ചത് മൈ ദു എന്നുള്ള വാക്കുകൾ ഉപയോഗിച്ച് അത് വളരെ മോശമായി. കാരണം അങ്ങനെ പ്രതികരിച്ചുകൊണ്ട് ഇപ്പോൾ എന്താ കിട്ടാനുള്ളത്? കുറച്ച് റീച്ച് കിട്ടുമെന്നല്ലാതെ വേറൊന്നും കിട്ടാനില്ല. അപ്പോൾ പറഞ്ഞു തരണമെന്നറിയോ, അത്തിമസരി പറഞ്ഞു എന്തിനാണ് ഇറാൻ ഗൾഫിക്ക് മിസൈൽ വിടുന്നത്, നിങ്ങൾക്ക് തീരെ കഥയില്ലേ, അതൊക്കെ തെറ്റല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അക്കീം അസറിനോട് പറയാനുള്ളത് എന്താ അറിയോ, ഇറാന് അമേരിക്ക വരെ എത്താനുള്ള ആയുധങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇറാനെതിരെ അമേരിക്ക ബോംബിട്ടിട്ട് മിസൈൽ വിട്ടിട്ട് ഒരു സ്കൂൾ കെട്ടിടത്തിൻ്റെ ഉള്ളിൽ 250 ചെറിയ കുട്ടികളാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. അതിനെതിരെ കമ എന്നുള്ളൊരു അക്ഷരം താങ്കളുടെ വായിൽ നിന്ന് വീണതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇറാനെതിരെ വീണു. അപ്പോൾ അതിലെ പ്രശ്നം ഈ സുന്നി മുജാഹിദ് പ്രശ്നം തന്നെയാണ്, അല്ലാതെ വേറൊന്നുമല്ല. മതം തന്നെയാണ് പ്രശ്നം. ഒരു ഷിയാക്കളല്ലേ, ഒരു മറ്റേതല്ലേ, മറിച്ചതല്ലേ, അതന്നെ, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. വേറൊന്നും ഇതിലില്ല. സ്വാമി മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതായത് ഇറാന് അമേരിക്കക്കെതിരെ ഡയറക്റ്റായിട്ട് അറ്റാക്ക് ചെയ്യാനുള്ള ഒരു മിസൈൽ സംവിധാനങ്ങളോ അല്ലെങ്കിൽ യുദ്ധവിമാനമോ കാര്യങ്ങളോ ഒന്നും ഇറാൻ്റെ കയ്യിലില്ല. പിന്നെ ആകെയുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൾഫിലും സൗദിയിലും ബഹ്റൈനിലുള്ള ബേസുകൾ ആക്രമിക്കുക എന്നുള്ള കാര്യമുള്ളൂ. പക്ഷേ അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. പക്ഷേ ഇറാൻ്റെ മുമ്പിൽ വേറെ വഴിയില്ല ഓരോ ഭാഗത്ത് നോക്കുമ്പോൾ. പക്ഷേ നമ്മളെ ഭാഗത്ത് നോക്കുമ്പോൾ ആ അക്രമത്തെ ന്യായീകരിക്കാൻ പറ്റില്ല. അപ്പോൾ അക്കീം അസരി പറഞ്ഞതിൽ ചെറിയൊരു കാമ്പില്ലാതില്ല. കാരണം ഭൂരിഭാഗം മലയാളികളും പണിയെടുക്കുന്ന സ്ഥലമാണ് ഈ ദുബായ്, സൗദി, ഖത്തർ, ബഹ്റൈൻ, ഒമാൻ. അപ്പോൾ അവിടേക്കൊക്കെ മിസൈലും ഡ്രോണുകളും നിൽക്കാതെ വരുമ്പോൾ അത് മലയാളികളാണ് ബാധിക്കുന്നത്. ഒരുപാട് ആൾക്കാർ ജോലി പോകും. ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അമേരിക്കൻ്റെ എയർ ഡിഫൻസ് സിസ്റ്റം പാട്രിയോട്ട് എന്ന പേര്, സർഫസ് ടു എയർ, അതിലുള്ളതുകൊണ്ടാണ് ഒരു മിസൈൽ പോലും അങ്ങോട്ട് വീഴാതെ ആകാശത്ത് തന്നെ പൊട്ടിച്ചിടുന്നത്. അങ്ങനെ പൊട്ടിച്ചിട്ട് ഇടാൻ പറ്റാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ ഞങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എല്ലാവരും പണിയും പൂട്ടിക്കെട്ടി നാട്ടിലേക്ക് പോരേണ്ടി വരും. അപ്പോൾ അക്കീം അസരി പറഞ്ഞതിലും കാര്യമുണ്ട്. പക്ഷേ എങ്കിൽ സ്വാമി പ്രതികരിച്ച ഭാഷാശൈലി അതൊരു ശരിയായിട്ടില്ല. അപ്പോൾ രണ്ടാളും പറഞ്ഞൊരു കാര്യമുണ്ട്. ഇറാൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ ഓരോ ഭാഗത്താണ് ശരി. പക്ഷേ അക്കീം അസരി പറഞ്ഞ കാര്യം നോക്കുമ്പോൾ ദുബായിലെ ഇറാൻ ഇങ്ങനെ നിരന്തരമായിട്ട് അറ്റാക്ക് ചെയ്യുമ്പോൾ ഒന്നും താഴെ വീഴാതെ പൊട്ടാത്തത് ദൈവത്തിൻ്റെ ഒരു കൃപ, അല്ലെങ്കിൽ അവിടെ സർഫസ് ടു എയർ ഡിഫൻസ് സിസ്റ്റം ഉള്ളതുകൊണ്ടാണ്. നേരെ തിരിച്ചാണെങ്കിൽ ആലോചിച്ച് നോക്കി, ഇതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഒക്കെ ഭൂമിയിൽ വന്ന് പതിച്ചു കഴിഞ്ഞുള്ള അവസ്ഥ എത്ര മാരകമായിരിക്കും. അപ്പോൾ അതൊന്നും ഒരു ശരിയായ പരിപാടിയല്ല. രണ്ട് ഭാഗത്തും നോക്കുമ്പോൾ ശരിയുണ്ട്. പക്ഷെ അമേരിക്കനെ ഡയറക്റ്റായിട്ട് അറ്റാക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇറാൻ്റെ മുന്നിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഒരു ഗൾഫ് കൺട്രീസിക്ക് ഇങ്ങനെ നിൽക്കാതെ മിസൈലും ഡ്രോണും വിടുന്നത്. അവർ ഇസ്ലാമിനെ കൃത്യമായിട്ടും പിന്തുടരുന്ന, വിശുദ്ധ ഖുറാനെ പിന്തുടരുന്ന ഇസ്രായേൽ അവർ വെറുതെ ഇങ്ങനെ കാറ്റുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെയും കൂടെ പോയിട്ട് അവരെ തലയിൽ കൊണ്ടുപോയിട്ട് ബോംബിട്ടു. ആര്? ഇറാൻ. അല്ലേടാ രോമച്ചാരെ, അങ്ങനെയല്ലടാ സംഭവിച്ച രോമച്ചാരെ. എടാ ഈ ലോകം ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും കാണുന്നവരാണ് നീ മനസ്സിലാക്കുക. ആദ്യം തന്നെ ഇവിടെ ഗുഹാജീവികളല്ല നീ പറഞ്ഞ അതുപോലെ വിശ്വസിക്കാൻ നിന്റെ കൂട്ടത്തിലുള്ള രോമക്കച്ചവടക്കാരുണ്ടാകും, കൊച്ചുമൈരന്മാർ, നാട്ടുകാർ മുഴുവൻ ഉണ്ടാകും വിചാരിക്കരുത്.
ഇവിടെ ആരും മറ്റേ UAE-ക്കോ അല്ലെങ്കിൽ സൗദി അറേബ്യക്കോ ഖത്തറിനോ ബഹ്റൈനോ ആരും ഇവിടെ എതിരല്ല. ആരെങ്കിലും ഒരു നേരത്തെ അന്നാമുര കൊടുത്ത ഒരാളെ ഏതൊരു അഡ്വർടൈസ്മെന്റ് കണ്ട പോലെ അന്നം കൊടുക്കുന്നതിന് അമ്മ എന്ന് വിളിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആയതുകൊണ്ട് തന്നെ മാതാവിന്റെ സ്ഥാനമാണ് പിതാവിന്റെ സ്ഥാനം. അതാർക്ക് ഇസ്രായേലിനല്ലടാ നായേ, അത് ഇസ്രായേലിനല്ല. മാതാവിന്റെ സ്ഥാനം പിതാവിന്റെ സ്ഥാനം ഇസ്രായേലിനല്ല. എന്നെ കൂടി ഞാൻ 1-2 വർഷം വരെ പോയിട്ടുള്ളൂ. പക്ഷേ എനിക്കുമുണ്ട്, എൻ്റെ മനസ്സിലുണ്ട് UAE, എൻ്റെ മനസ്സിലുണ്ട് അറേബ്യൻ കൺട്രീസ്. അത് നീ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. പക്ഷേ ഇപ്പോൾ നടക്കുന്ന യുദ്ധം, ഈ യുദ്ധത്തിൽ എന്ത് തെറ്റാണ് ഇറാൻ ചെയ്തത്? ഇവൻ്റെക്കും സൂക്കേട് മറ്റൊന്നുമല്ല. തുടക്കത്തിൽ ഇറാൻ വീഴുമെന്ന് കരുതി. ഇറാൻ ഇങ്ങനെ ഈയാമ്പാറ്റകളുടെ പോലെ അവിടെയുള്ള ആൾക്കാർ മുഴുവൻ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം ഈ പറയുന്ന ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ എന്താണ്? അവിടെയുള്ള ആയുധങ്ങൾ മുഴുവൻ തീർന്നു, ആയുധപ്പുഴകൾ മുഴുവൻ കാര്യമായി. ഇനി അവർക്ക് അടുത്ത 1000 വർഷം അവർക്ക് അണുബോംബ് ഉണ്ടാക്കാൻ പറ്റില്ല. ഇനി എനിക്ക് അവിടെ യുദ്ധത്തിൽ താല്പര്യമൊന്നുമില്ല, ഞാനിതിനാ വെറുതെ പാവങ്ങളായിട്ടുള്ള മനുഷ്യന്മാരെ കൊല്ലുന്നത്, ആയതുകൊണ്ട് കെട്ടുംപൂട്ടി ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു. ഇത്രയായപ്പോഴാണ് ഇപ്പോഴാണ് സോമിൻ്റെ ഉദ്ദേശമൊക്കെ സതുദ്ദേശം തന്നെയാണ്. കാരണം സ്വാമിക്ക് ചിലപ്പോൾ ദേഷ്യം പിടിച്ചിട്ടുണ്ടാവും. ഒരിക്കലും അമേരിക്കനെ സപ്പോർട്ട് ചെയ്യണില്ല ആരും. അങ്ങനെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ തീരെ കഥയില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇപ്പോൾ ഹക്കീം അസരി അമേരിക്കനെ സപ്പോർട്ട് ചെയ്തതായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ മൂപ്പർ അമേരിക്കക്കെതിരെ ഒരു വാക്കും പറഞ്ഞിട്ടില്ല എന്നുള്ളത് നമ്മൊരു ചോദ്യചിഹ്നമാണ്. കാരണം ഈ യുദ്ധം അമേരിക്ക വെറുതെ ഒരു ആവശ്യമില്ലാതെ തുടങ്ങി വെച്ചല്ലേ. ഓർക്കൊരിത് ഓല ആയുധങ്ങൾ ഇങ്ങനെ കുന്നുപോലെ ഇങ്ങനെ വെക്കുമ്പോഴേ, ഇപ്പോൾ കഴിഞ്ഞ മാസമാണ് വെനീസ്വലയിൽ കഞ്ചാവ് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ പ്രസിഡന്റിനെ പോയിട്ട് ബോംബിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. ഇനിയിപ്പോൾ പറയുന്ന അടുത്തത് ക്യൂബയെന്ന്. അതങ്ങനെ ഓരോരുത്തർ പൈസയും കാര്യങ്ങളും ആയുധങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ പരീക്ഷിക്കാൻ തോന്നുകയാണ്. അത് വേറെ വിഷയം. സ്വാമി പറഞ്ഞ കറക്റ്റൊക്കെ തന്നെയാണ്. പക്ഷെ ഉപയോഗിക്കുന്ന ഭാഷ ശരിയായില്ല. കുറച്ചുകൂടി ഒരു മാന്യമായിട്ടുള്ളൊരു പ്രതികരണമാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. ഹക്കീം അസരി പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ ഇറാൻ എന്തിനാണ് ഗൾഫിക്ക് മിസൈൽ വിടുന്നത്, അത് ഹക്കീം അസരിനോട് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ട് അങ്ങനെ വരുള്ളൂ. കാരണം ഇറാൻ ഒരിക്കലും ഡയറക്റ്റായിട്ട് അമേരിക്കനെ അറ്റാക്ക് ചെയ്യാൻ കഴിയില്ല. അതിനുള്ള സംവിധാനങ്ങളോ കാര്യങ്ങളോ ഇല്ല. അത്ര ദൂരം താണ്ടി പോകാൻ ഒരു മിസൈലും ഇല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അമേരിക്കയിലെ ജനങ്ങൾ ഇത് വല്ലതും അറിയുന്നുണ്ടോ? തുടങ്ങി വെച്ചത് അമേരിക്ക, ബോംബിട്ടത് അമേരിക്ക, മിസൈൽ ഇട്ടത് അമേരിക്ക, ആളെ കൊന്നത് അമേരിക്ക. സ്കൂൾ കെട്ടിടത്തിൽ മിസൈൽ വീണിട്ട് 250 ആൾക്കാരാണ് കുട്ടികളെ മരിച്ചത്. പക്ഷേ ഇതൊന്നും അമേരിക്കത്തെ ജനങ്ങളെ ബാധിക്കണില്ല. അതാണ് അമേരിക്കൻ്റെ ആ കുരുട്ട് ബുദ്ധി. ഉള്ള മിലിറ്ററി ബേസ് മുഴുവൻ ഗൾഫ് രാജ്യത്തും മറ്റുള്ളതൊക്കെ തുറന്നെടുത്തൊക്കെയല്ലേ, അനുഭവിച്ചോളി. അപ്പോൾ ഇറാൻ്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ എന്താ ചെയ്യുക പിന്നെ ഇറാനെ? US-ൻ്റെ ബേസ് ഗൾഫിലുള്ള ആക്രമിക്കുക എന്നല്ലാതെ വേറൊരു ഓപ്ഷനും ഇല്ല. അപ്പോൾ അതാണ്. അപ്പോൾ ഹക്കീം അസരി ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് പ്രതികരിക്കണം. പക്ഷേ സ്വാമിൻ്റെ ഭാഷ വളരെ മോശമായിപ്പോയി എന്ന് പറയാതിരിക്കാൻ നിവൃത്തില്ല. അപ്പോൾ കാര്യങ്ങളെ AC ഇരുന്നിട്ട്, റൂമിൻ്റെ ഉള്ളിൽ AC ഇരുന്നിട്ട് ആർക്കും എന്തും പറയാം. കാരണം ഇതൊന്നും നമ്മളെ ബാധിക്കണില്ലല്ലോ എന്നുള്ളൊരു തോന്നല. പിന്നെ മൂപ്പര സ്ഥാപനത്തിലുള്ള ഫണ്ടും കാര്യങ്ങളൊക്കെ എവിടെ നിന്നാണ് വരുന്നത്? മനസ്സിലായില്ലേ? ദുബായ് അവിടെ നിന്നാണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ മുട്ടിക്കഴിഞ്ഞാൽ അത് വരവ് നിൽക്കും. അപ്പോൾ അമേരിക്കക്കെതിരെ ഒരു വാക്ക് പോലും ഇയാൾ പറഞ്ഞിട്ടില്ല, ഈ ഹക്കീം അസരി. എന്നാൽ ഇറാനെതിരെ പറഞ്ഞു. അവിടെയും സുന്നി മുജാഹിദ് തർക്കം തന്നെയാണ്, അല്ലാതെ വേറൊന്നുമല്ല. ഇറാൻ ഒരു ഷിയ രാജ്യം, മതം, ഇത് മറ്റേതിലൊക്കെ എന്ത് മതം ഇതിൽ കൂട്ടിക്കൊടുക്കേണ്ട ആവശ്യം എന്താ? ഇതിൽ മതത്തിന് യാതൊരു റോളും ഇല്ല. എന്തല്ലേ അവസ്ഥ?